നാളെ കുചേല ദിനം. ഹരേ കൃഷ്ണ. നാളെ നിങ്ങൾ മത്സ്യം, മാംസ്യം, ലഹരി ഇവ ഉപയോഗിക്കരുത്. നാളെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. മുഷിഞ്ഞ് കീറിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ശുഭവസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. കഴുകി വൃത്തിയാക്കിയതിൽ ശേഷം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. നല്ല വൃത്തിയായി വേണം വിളക്ക് കത്തിക്കുവാനായിട്ട്. നാളെ വിളക്കുകൾ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇതേ ദിവസം നല്ലത് മാത്രം സംസാരിക്കുക. അനാവശ്യ സംസാരങ്ങൾ നിങ്ങൾക്ക് ദോഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഭഗവാന്റെ നാമങ്ങൾ മാത്രം ചൊല്ലുക. നാളെ കൃഷ്ണൻ കോവിലുകളിൽ പോയി അർച്ചനയ്ക്ക് കൊടുക്കുക. മനസ്സിൽ നല്ലത് മാത്രം ചിന്തിക്കുക. മോശം ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾക്കുള്ള പരീക്ഷണമായിരിക്കും. എപ്പോഴും ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുക. പൊട്ടിയ പാത്രങ്ങളെല്ലാം നാളത്തെ ദിവസം ഒഴിവാക്കുക. ഇതിൽ ഭക്ഷണം വയ്ക്കുവാനോ വിളമ്പുവാനോ പാടില്ല. കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രം അടുക്കളയിൽ കയറുക. നാളത്തെ ദിവസം ആഹാരം ഭഗവാന് നിവേദ്യം കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. കുട്ടികളെയോ സ്ത്രീകളെയോ വിഷമിപ്പിക്കുവാനോ ഉപദ്രവിക്കാനോ പാടില്ല. മധുരങ്ങൾ നൽകുന്നത് വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് നാളെ സന്തോഷം മാത്രം കൊടുക്കുക. നാളത്തെ ദിവസം കടം വാങ്ങാതിരിക്കുക. ഇത് ഒഴിവാക്കിയാൽ വളരെ ശുഭമായിരിക്കും. നാളെ നല്ലത് മാത്രം സംസാരിക്കുക. നല്ല നിലയിൽ നാം എത്തും എന്ന് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പറയാതിരിക്കുക. നുണ പറയാൻ പാടില്ല. ഭഗവാന്റെ ചിത്രം നാളത്തെ ദിവസം വാങ്ങുന്നത് വളരെ നല്ലതാണ്. തുളസി ജലം തളിച്ചതിന് ശേഷം മാത്രം വിളക്ക് കത്തിക്കുക. തുളസി മാല സമർപ്പിക്കുന്നതും അത്യുത്തമം. ഇതെല്ലാം ചെയ്യുന്നത് കുടുംബം രക്ഷപ്പെടാൻ തീർച്ചയായും ഭഗവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. 5 തിരിയിട്ട വിളക്ക് മാത്രം നാളെ കത്തിക്കുക. നെയ്വിളക്കിൽ തെളിയിക്കുന്നത് അത്യുത്തമമായിരിക്കും.